ഇന്ന് എല്ലാവരും അവരുടെ കഴിവുകളെ എങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതലായിട്ട് എങ്ങനെ തൻ്റെ ഇൻകം വർദ്ധിപ്പിക്കുക, കൂട്ടുക എന്നുള്ളത് വളരെ അധികം ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പല ബിസിനസ് ഓണേഴ്സും നല്ല ഒരു സ്ട്രെസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ താൻ സ്ട്രെസ്സിലാണെന്ന് ഇവരറിയുന്നത് പോലുമില്ല. ഇതറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ സ്റ്റാഫുകളെ താൻ ഒന്ന് നോക്കി, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താണ് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ എന്താണ് എന്ന് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അബ്ദുൽ വഹാബ്, ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക്. അപ്പോൾ ഈ കച്ചവട സ്ഥാപനത്തിൻ്റെ ഓണർ ഏതെങ്കിലും സമയത്ത് സ്പീഡായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ അയാൾ ചോദിച്ചറിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ സാധിക്കില്ല. വളരെ ഷൗട്ട് ചെയ്തിട്ടോ ദേഷ്യം പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ പോവുക. അപ്പോൾ ഇങ്ങനെ തൻ്റെ സ്ഥാപനത്തിലുള്ള സഹപ്രവർത്തകരുടെ എന്തൊക്കെയാണോ തൻ്റെ സ്കില്ലുകൾ ഇത് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വലിയൊരു അബദ്ധത്തിലേക്കാവും നമ്മൾ പോവുക. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഓണർ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് പോകുന്നു. ഒരു പാർട്ട് ടൈം ആയിട്ടാണ് വേറൊരു പയ്യൻ വർക്ക് ചെയ്യുന്നത്. മൊത്തം 3 ആളുണ്ട്. അപ്പോൾ ഈ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന പയ്യൻ ഉച്ചയാകുമ്പോൾ എന്ത് ചെയ്യും? അവൻ പോകും. നമുക്കറിയാം ഇപ്പോഴത്തെ ലെവലിൽ ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിലുള്ള കളികളാണ് ഓരോ ഓണർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ തൻ്റെ കെയർ ഓഫിൽ മറ്റുള്ള ആളുകളൊക്കെ സ്റ്റാഫായിട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കി ഏതെങ്കിലും ഒരാളെ ഷോർട്ടേജ് വരുമ്പോൾ അതിനെ അങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് ഇവനെ നിർത്തി അവനോടൊന്ന് ലീവ് എടുക്കാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ളൊരു പല രൂപത്തിലുള്ള ഗെയിമുകളിലുമായിട്ടാണ് ഇപ്പോൾ പോണത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മളുടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ പ്രോപ്പറായിട്ട് ഇവർക്ക് ആ ഒരു നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് അടുത്ത ഇതേ പ്രൊഡക്റ്റ് അയാൾ എന്ത് ചെയ്യുന്നില്ല, ഓൺലൈനിലേക്ക് നമ്മൾ പോകാം. കാരണം നമ്മൾ വരും ഓൺലൈനിലേക്ക് പോകുന്നു. പക്ഷെ ഏതൊരാളും ഓഫ്ലൈനിൽ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മളെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും വിഷ്വൽ എഫക്റ്റുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് ഒരു കെനസ്തെറ്റിക് എഫക്റ്റ് ഉള്ളവരാണ്. കാരണം വെച്ചാൽ വിഷ്വൽ എഫക്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് അത് കണ്ണ് നിറച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ അവർക്ക് ആഗ്രഹം. അല്ലെങ്കിൽ അവർക്ക് ടച്ച് ആൻഡ് ഫീലിംഗ് അത് ഇട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പിടിച്ചു നോക്കിയിട്ട് അതൊരു ഫീൽ ചെയ്തിട്ട് എടുക്കാനാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലുള്ള ആളുകളെ കച്ചവടക്കാർക്ക് ഒരു പേടിയും വേണ്ട. കാരണം നമുക്ക് അത് ഓഫ്ലൈനായി തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ നമ്മളെ സ്റ്റാഫിൻ്റെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു പാർട്ട് ടൈമായ കുട്ടി ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റമർ ഇവിടെ കയറി വരികയാണ്. പിന്നെയുള്ള ആൾക്ക് ബില്ല് എഴുതാൻ അറിയില്ല, അവർക്ക് പേടിയാണ്. ഈ ബില്ല് എഴുതാൻ അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇവന് ഒരു ബില്ല് എഴുതുന്നുണ്ടെങ്കിൽ അതന്നെ ഇവന് പേടിച്ച് പിറച്ചിട്ടായിരിക്കും അവൻ ചെയ്യുക. പിന്നെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ വേറൊരു സ്റ്റാഫ് ഉണ്ടാവുള്ളൂ. കാരണം മറ്റോ പാർട്ട് ടൈമായിട്ട് പോയല്ലോ. അയാൾ പിന്നെ ഒരു കസ്റ്റമറും കയറി കഴിഞ്ഞാൽ ആരത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബില്ല് എഴുതാൻ പറ്റാത്ത ആളുകളുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വരിക? ഇവർക്ക് കസ്റ്റമർ വരരുത് എന്നായിരിക്കും ഇവൻ്റെ ആഗ്രഹം വരിക. ഇവൻ്റെ മനസ്സിലെ തോട്ടം എന്തായിരിക്കും? കസ്റ്റമർ വരരുത്. കാരണം കസ്റ്റമർ ഇപ്പോൾ ഈ സമയത്ത് വന്നാൽ ഞാൻ ബില്ല് എഴുതണം, അപ്പം ഞാൻ ബില്ല് എഴുതേണ്ടി വരും. ഈ സാധനം എന്ത് ചെയ്യും? തെറാപ്പി ഇങ്ങനെ ചെയ്യും. നെഗറ്റീവ് തെറാപ്പിയാണത്. കാരണം ഞാൻ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ ബിസിനസ് ഓണർ എന്താ വിചാരിക്കുക? ഈ സമയത്ത് തനിക്കെന്തില്ല, തൻ്റെ സ്ഥാപനത്തിലേക്ക് എന്തുകൊണ്ട് കച്ചവടം നടക്കണില്ല എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേജുള്ള ഒരാളാണ് തൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് ഒരു ബിസിനസ് ഓണറും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഓരോ സഹപ്രവർത്തകരുടെയും മാനസിക നില അത് ഒരേ മെൻ്റൽ സ്റ്റേജ് ആണോ, ഞങ്ങൾക്ക് ഒരുമിച്ച് വളരണം എന്നുള്ളതാണോ എന്നുള്ള അവരുടെ മാനസിക ഏകീകരണം വളരെ അധികം പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ സ്കില്ലുകൾ പതുക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്
അവനെ നമ്മൾ സമീപിക്കുകയും അവൻ്റെ സ്കില്ലിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, താങ്ക് യു.